നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. എൻഗേജ്മെന്റ് ആയല്ലേ? അതെ. നന്നായി. അമ്പലത്തിന്റെ പുനഃപ്രതിഷ്ഠക്ക് കുടുംബത്തിന് സ്ഥലം തന്നപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു താമസിയാതെ അവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നു. ഞങ്ങൾ വരുന്നുണ്ട്. ടീച്ചർ ഓഡിറ്റോറിയം അല്ലേ? അതെ. കാര്യങ്ങൾ നടക്കട്ടെ. ശരി. ഹലോ ഡി. അതെ, നാളെയാ. എല്ലാവരും വരണേ. ഒരു എക്സ്ക്യൂസും ഇല്ല, അറിയാലോ. അതെ, ഞാനിപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാം. വീട്ടിലെത്തിയിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ശരി അപ്പോ. നീ വലിയ വർമ്മ ഫാമിലി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് രാജവാഴ്ചക്കാലമല്ല, രാഷ്ട്രീയ വാഴ്ചക്കാലമാണ്. ഞാൻ പാർട്ടിയുടെ യൂത്ത് വിങ് സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൊന്നിട്ട് അങ്ങ് ഈസി ആയിട്ട് ഊരിപ്പോരുമെന്ന്. തമ്പുരായിട്ട് പേടിച്ചു പോയല്ലോ. അതേ, കാറ് പാർക്ക് ചെയ്ത് വലിയ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോ ഇത് ലോക്ക് ചെയ്യണ്ടേ? ഇതൊരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. അത് നിശ്ചയത്തിന്റെ തിരക്കിനിടയില് തമ്പുരാട്ടി അങ്ങ് വിട്ടുപോയതാ. അല്ലെങ്കിലും കല്യാണം അടുക്കുമ്പോ ഈ പെമ്പിള്ളേർക്ക് ആകെ ഒരു വെപ്രാളമാണെന്നേ. എന്താ ഉദ്ദേശം? വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണോ? പ്രശ്നങ്ങൾ ഇപ്പൊ വഷളാക്കിയ നീയാടി. നീ ഒരൊറ്റയാള്. എന്റെ പാർട്ടിയിലെ വലിയ നേതാക്കന്മാരെ വിളിച്ച് എന്നെ നിനക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമല്ലേ? അതോടെ ഞാനങ്ങ് നാട് വിട്ടോടുമെന്ന് നീ വിചാരിച്ചോ? വിചാരിക്കില്ലല്ല, അതാ നടക്കാൻ പോകുന്നത്. നീ ഈ രാഷ്ട്രീയത്തിന്റെ ബലത്തിലല്ലേ ഇത്ര നാളും ഈ കള്ളക്കളിയൊക്കെ കളിച്ചത്. ഇനി അതില്ല. ഏതായാലും നീ ഒന്നോർക്കുന്ന നല്ലതാ. ഒറ്റ ദിവസം കൊണ്ട് നീ ഇത്രയും നാളും വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ നിന്നും നിന്നെ പുറത്താക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇനിയും നിന്നെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്തും. അതുകൊണ്ടേ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലത്. അറിയാടി, അറിയാം. നീ ഈ നാട്ടിൽ നല്ല സ്വാധീനമുള്ളവളാ. പക്ഷേ ആ സ്വാധീനം മാത്രം കൊണ്ട് നീ രക്ഷപ്പെടില്ല. പണ്ടത്തെ പ്രേമത്തിന്റെ പേരിൽ ഇന്നലെ വരെ നിനക്ക് ഞാനൊരു കൺസെഷൻ തന്നിരുന്നു. ഇന്നിപ്പോ എന്റെ രാഷ്ട്രീയ ഭാവിയും കൂടെ നശിപ്പിച്ച സ്ഥിതിക്ക് പ്രിയങ്കേ, നിന്റെ പേര് ഞാൻ എന്റെ മനസ്സിൽ നിന്നങ്ങ് വെട്ടുക. നീ നാളെ മറ്റൊരുത്തന്റെ കൂടെ ഒരു മണ്ഡപത്തിൽ മംഗളകർമ്മത്തിനിരുന്നാൽ അവിടെ വീഴും നിന്റെ ശവം. അത് അവസാനമായിട്ട് പറയാനാ ഞാനിവിടെ കാത്തിരുന്നത്. നിനക്ക് അവസാനത്തെ വാണിംഗ് തരാൻ. നീ നാളെ മറ്റൊരുത്തന്റെ കൂടെ ഒരു മണ്ഡപത്തിൽ മംഗളകർമ്മത്തിനിരുന്നാൽ അവിടെ വീഴും നിന്റെ ശവം. അത് അവസാനമായിട്ട് പറയാനാ ഞാനിവിടെ കാത്തിരുന്നത്. നിനക്ക് അവസാനത്തെ വാണിംഗ് തരാൻ. നീ എന്താന്ന് വെച്ചാ ചെയ്ത് കാണിക്കടാ. വെറുതെ ഡയലോഗ് അടിക്കാതെ. ചുമ്മാ സമയം മെനക്കെടുത്ത്.
എന്തു പറ്റി മോളെ? അനിയൻകുട്ടനായിട്ട് വഴക്കായോ? സ്കൂൾ അടച്ച അന്ന് മുതൽ തുടങ്ങിയത് ഇവനെ ഇന്ന് ഞാൻ. അച്ഛാ, അതൊന്നുമല്ല. പിന്നെന്താ? നാളെ വലിയ കുഞ്ഞിന്റെ അനിയൻ കുഞ്ഞിന്റെ നിശ്ചയമല്ലേ? അതെ, അതിന് നിശ്ചയത്തിന് എല്ലാരും പങ്കെടുക്കില്ലേ? ആ നാളെ കമ്പനിക്ക് അവധി കൊടുത്തല്ലോ. പിന്നെന്താ അച്ഛാ, നിശ്ചയത്തിന് ഞാൻ മാത്രം പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞത്? അതാര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. മോളോട് ആരെങ്കിലും തമാശ പറഞ്ഞായിരിക്കും. തമാശയല്ല അച്ഛാ. പിന്നെ എന്നോട് അഖില മേഡം പറഞ്ഞു ഞാൻ നിശ്ചയത്തിന് പോകാൻ പാടില്ലെന്ന്. അങ്ങനെ അഖില മേഡം പറഞ്ഞോ? പ്രിയങ്ക മേഡം അഖില മേഡത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാ. അച്ഛന്റെ ഈ മോള് ഒരു അപശകുനാണെന്ന്. ഞാൻ കാരണോ അന്ന് അനിയൻ കുഞ്ഞിന്റെ നിശ്ചയം മുടങ്ങിയതെന്ന്. ഞാൻ പങ്കെടുത്ത ഇത് മുടങ്ങി പോവെന്ന് അവർക്ക് ഭയമാണെന്ന്. അച്ഛൻ പറ, അച്ഛന്റെ മോള് അപശകനമാണോ? പറ അച്ഛാ. മോളെ, എന്താ നീ പറയുന്നത്? എന്റെ മോള് ദേവതയാ, ദേവത. അതുകൊണ്ടല്ലേ മേഡം ഏതെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്റെ മോളെ കൊണ്ട് ആരതി ഒഴിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ശിവരാമ സാറിന്റെ ജീവൻ രക്ഷിച്ച എന്റെ മോളെങ്ങനെ അപശകുനാകുന്നേ? ഏതായാലും എന്റെ മോളെ പോണ്ടാന്ന് വിലക്കിയ നിശ്ചയത്തിന് ഈ അച്ഛനുമില്ല. എന്റെ മോളെ സങ്കടപ്പെടുത്തിയിട്ട് ഈ അച്ഛനെന്താ സന്തോഷം? ഏയ്, എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ. അച്ഛൻ നിശ്ചയത്തിന് പോണം. അച്ഛനെ ഒരുപാട് ഇഷ്ടമാ വല്യുഞ്ഞിനും അനിയും കുഞ്ഞിനും ഒക്കെ. അച്ഛന് അതിനേക്കാളും ഇഷ്ടം അവരെന്ന് എനിക്കറിയാം. അവിടെ നിശ്ചയം നടക്കുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് നിശ്ചയം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും എത്തുന്നത് വരെ നാമം ജപിച്ചിരിക്കാന്നാ തീരുമാനിച്ചിരിക്കണേ. അച്ഛൻ വാ, ഞാൻ ചായ എടുക്കാം. ദേവി, ഇന്ന് തൃച്ചംബരത്തെ വല്യുഞ്ഞിന്റെ അനിയൻ കുഞ്ഞിന്റെ നിശ്ചയമാ. അറിയാലോ, ആ നിശ്ചയം കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നതാ, കാത്തിരുന്നതാ. എന്നിട്ടും നീ എന്നെ മാത്രം പോവാണ്ടാക്കി. എന്തിനായിരുന്നു അത്? എന്ത് കാരണത്തിന്? ഞാൻ അതിന് തക്ക നിലയിൽ എന്ത് തെറ്റാ ചെയ്ത? നാട്ടിലെ ഉത്സവം പോലെ സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കണമെന്ന് വിചാരിച്ചത് നീ ഇല്ലാണ്ടാക്കി. ആ കുടുംബത്തിലെ നല്ല കാര്യങ്ങളിൽ ഞാൻ പങ്കെടുത്ത അത് നശിച്ചു പോകുന്നുള്ള ചീത്തപ്പേരും എന്റെ തലയിൽ വെച്ച് തന്നു. വിളിച്ച വിളി കേൾക്കണ ദേവിയാ നീ. പക്ഷേ എന്റെ പ്രാർത്ഥന മാത്രം നീ കേൾക്കാണ്ട് പോയി. ദൂരെ നിന്നെങ്കിലും ആ നിശ്ചയം എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നീ സാധിച്ചു തന്നില്ല. സാരമില്ല, മനസ്സിന്റെ സങ്കടം തീർക്കാൻ ഞാൻ ഇന്ന് മുഴുവൻ ഉപവസിക്കുക. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഈ സന്നിധിയിൽ ജപിച്ച് കഴിച്ചുകൂട്ടും. അതാണ് എന്റെ തീരുമാനം. കൂടെ നിന്ന് സഹായിക്കണം. നീയേ ഉള്ളു തുണ.
വീട്ടിൽ കാലുകുത്തിയ ശേഷം ഏതെങ്കിലും വിശേഷം ഇവിടെ നന്നായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? ഈ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന്. ഒരു കാരണവശാലും ഇവൾ ആ നിശ്ചയത്തിൽ പങ്കെടുക്കരുത്. ജയ, ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. പിന്നീട് കുറ്റബോധം തോന്നാൻ ഇടവരുത്തരുത്. ഒരിക്കലുമില്ല. ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടാ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിനക്ക് പേടിയാണെങ്കിൽ നീ കൂടെ വരണമെന്നില്ല. വണ്ടി നിന്ന് സഹായിച്ചാലും മതി. ഏതായാലും എന്നെ അവമാനിച്ചു വിട്ട പ്രിയങ്കയ്ക്ക് ഞാൻ പണി കൊടുത്തിരിക്കും. അതിനാ ഞാൻ ഈ സാധനം സംഘടിപ്പിച്ചത്. ഒരുപാട് നാള് എന്നോട് പ്രണയം നടിച്ച് നടന്നിട്ട് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിലെ കല്യാണാലോചന വന്നപ്പോ അവളെന്നെ തേച്ചിട്ട് പോയി. ആ അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല. രാഷ്ട്രീയം കളിച്ച് നടന്നപ്പോ കിട്ടിയ ബന്ധത്തിലാ ഞാൻ ഈ സാധനം സംഘടിപ്പിച്ചത്. ഇന്ന് മണ്ഡപത്തിൽ കയറി വെടിവെച്ച് കൊല്ലും ഞാൻ അവളെ. ശരി, ഇത്ര നാളും കൂടെ നിന്ന സ്ഥിതിക്ക് ഞാൻ നിനക്കുണ്ടാകാം. പക്ഷെ പിടിക്കപ്പെട്ട നീ എന്നെ ചതിക്കരുത്. ഒരിക്കലുമില്ല. അല്ല, എൻഗേജ്മെന്റ് എവിടെ വെച്ചാണെന്നാ പറഞ്ഞത്? TG കല്യാണം ഉണ്ടോ തിരിച്ച്? അവിടെ വെച്ചല്ലേ വല്ലുകുഞ്ഞിന്റെ അനിയും കുഞ്ഞിന്റെ നിശ്ചയം? അപ്പോ ഇവര് കൊല്ലണമെന്ന് പറയണത് പ്രിയങ്ക മാഡത്തിനെയോ? വാ, കേറ്. അവളെ കെട്ടുന്ന ആരാണെന്നാ നീ പറഞ്ഞ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയില്ലേ, ആ ഓള തന്നെ. ഓ, ആനന്ദ് കൃഷ്ണൻ. നീ വിട്. പോവാം. എങ്ങോട്ടാ? ദേ, ആ ബൈക്കിന്റെ പുറകെ പോണം. ആ,
വേഗം പോവൂ. വിഘ്നേശ്വരായ. ഇനി അവരെ വിളിക്കാം. അവരെ വിളിക്കാൻ പറഞ്ഞു. ആ ചെല്ലു.
കല്യാണി, ആനന്ദിന്റെയും അരവിന്ദിന്റെയും നിശ്ചയ മണ്ഡപത്തിലേക്ക് നീ വരണ്ട. നീ മണ്ഡപത്തിലേക്ക് വരാൻ പാടില്ല. അതാ തീരുമാനം. പ്രേമോ? ഇവനോടോ? അതൊക്കെ പണ്ട് കോളേജിൽ സംഭവിച്ചൊരു നേരം പോക്ക്. അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രേമിക്കാൻ പറ്റിയ എന്ത് യോഗ്യത ഇവനുള്ളത്? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. ഇനി ജാതകം കൈമാറാം.
പ്രസവിച്ചവളോട് ഇവിടെ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ടും അവള് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നു. ഇപ്പൊ ശരിയാക്കി തരാടി നിന്നെ. എടി, നിന്നോട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് അഖിലേച്ചി പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാടി വലിഞ്ഞു കയറി വന്നത്? ദേ ഇറങ്ങടി വെളിയില്. അവിടെ നിക്കടി. എന്താണ് നീ പറഞ്ഞ കേക്കൂലേ? നിന്നെ ഞാൻ ഇന്ന് അവിടെ നിക്കടി. നീ എന്താടി വിചാരിച്ചത്? തോക്കെടുക്ക്. തോക്കെടുക്ക്. വിട്. വിട്. കല്യാണി അരുതേ, നിശ്ചയമോദരം മാറിയിട്ട് എഴുന്നേക്കാൻ പാടുള്ളൂ. ഇരിക്കെ ഇരിക്കെ. ഇരിക്കെ ഇരിക്കെ. മര്യാദയ്ക്ക് പ്രിയങ്ക ഇറക്കി വിട്. ഞാൻ പ്രിയങ്ക കൊല്ലാൻ വന്ന ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ഇവളുടെ ശവം വീഴൂടെ. നീ ജീവനോടെ എന്റെ കൂടെ വരുന്നോ അതോ നിന്റെ ശവം ഞാൻ ചുമന്നോട്ട് പോണോ? എണീക്കടി, എണീക്കാൻ. കൊണ്ടുപോയവനെ പോലീസിൽ ഏൽപ്പിക്കും. നീ എങ്ങനെ ഇവിടെ? അത് എന്നോട് ക്ഷമിക്കണം. മാഡത്തിന്റെ വാക്ക് ധിക്കരിച്ച് എനിക്കിവിടെ വരേണ്ടി വന്നതാ. ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. കല്യാണി നിൽക്ക്. ഇന്നിവിടെ ദൈവം തന്റെ നീതിയും ന്യായവും എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുക. നീ നിശ്ചയത്തിന് വരരുത്, വന്നാൽ നിശ്ചയം മുടങ്ങിപ്പോകുമെന്ന് പറഞ്ഞത് പ്രിയങ്കയാണ്.
ആ പ്രിയങ്കയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഇപ്പൊ നീ വേണ്ടി വന്നു ഇവിടെ എത്താൻ. അതാണ് ദൈവനീതി. എന്തിനു പറയുന്നു? പകുതി മനസ്സോടെയാണെങ്കിലും ഞാനും നിന്നെ വിലക്കി കല്യാണി. പക്ഷേ ഇപ്പൊ നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുന്നു, നീ ആഗ്രഹിച്ചതുപോലെ തൃച്ചംബരത്ത് ആനന്ദിന്റെയും അരവിന്ദിന്റെയും വിവാഹ നിശ്ചയം ദൂരെ നിന്നല്ല, മുൻനിരയിലിരുന്ന് സന്തോഷത്തോടെ വേണം നീ കാണാൻ. അതിനു മുൻപ് എനിക്കൊരു ചോദ്യമുണ്ട്. അവൻ പ്രിയങ്കയെ കൊല്ലാൻ വന്നതാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് മാഡം നിശ്ചയത്തിന് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മനസമാധാനം കിട്ടാനും വല്യമ്മന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പൊ അവിടെ വെച്ചാ ഇവരുടെ സംസാരം ഞാൻ കേട്ടത്. എന്താ പ്രിയങ്ക, ഈ പറയുന്നൊക്കെ സത്യമാണോ? അതെ ആന്റി. കുറച്ചു നാളായി അവൻ ഡിസ്റ്റർബ് ചെയ്ത് എന്റെ പിന്നാലെ നടക്കുക. ഒരിക്കൽ അടി കൊടുത്തു, പിന്നെ പാർട്ടിക്കാരോട് പറഞ്ഞു. പാർട്ടിയിൽ നിന്നും അവനെ പുറത്താക്കി. അതിന്റെ വൈരാഗ്യത്തിൽ അവൻ മാഡം, മുഹൂർത്തം കഴിയാൻ പോകുന്നു. അതിനു മുമ്പ് രണ്ടുപേരും മോതിരം കൈമാറണം. ഇനി സമയമില്ല. ശരി ശരി. കല്യാണി, നീ മുൻ സീറ്റിലിരിക്കണം. ഈ നിശ്ചയം കാണാൻ ഇനി നിന്റെ സ്ഥാനം മുൻനിരയില്ല. വാ, ഇരിക്ക്. എല്ലാരും വന്നിരിക്കണം. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മോതിരം മാറ്റം നടക്കട്ടെ. ഇരിക്കണം.
കല്യാണി, എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം ദാ ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക്.